മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ വരുത്തിയ മാറ്റത്തിൻ കഥയൊന്ന് കേൾക്കണേ. കൂരിരുൾ നിറഞ്ഞൊരു കാലം മറഞ്ഞതിൻ പിന്നിലെ കഥയൊന്നറിയണേ. പിന്നിലെ കഥയൊന്നറിയണേ. ഖുർആനട്ടത്തിട്ട ജനങ്ങൾ കയ്യിലെടുത്തത് മാലകള്. നേരിൽ റബ്ബിനെ വിളിച്ചിടാതെ തേട്ടം ശൈഖന്മാരോട്. ഖുർആനട്ടത്തിട്ട ജനങ്ങൾ കയ്യിലെടുത്തത് മാലകള്. നേരിൽ റബ്ബിനെ വിളിച്ചിടാതെ തേട്ടം ശൈഖന്മാരോട്. ഹദ്ദാദ് റാത്തീബതും മാല മൗലിദുകൾ പതിവായി പാട്ടും കൂത്തും ജോറില്. രോഗങ്ങൾ മാറാൻ മന്ത്രം മാട്ടും മാരണങ്ങൾ പിഞ്ഞാണെഴുത്തും ദീനിൻ പേരില്. പിഞ്ഞാണെഴുത്തും ദീനിൻ പേരില്. ഖുർആനോദണമെന്നില്ലതുപോലർത്ഥം പറയൽ തെറ്റാണ്. പിന്നു പഠിക്കൽ മക്റൂഹാണ്. ഇംഗ്ലീഷ് ആർക്കും പാടില്ല. ഖുർആനോദണമെന്നില്ലതുപോലർത്ഥം പറയൽ തെറ്റാണ്. പിന്നു പഠിക്കൽ മക്റൂഹാണ്. ഇംഗ്ലീഷ് ആർക്കും പാടില്ല. ഇതുപോലെ പുരോഹിതരോരോന്നോതിക്കൊണ്ട് കൗമീനെ നശിപ്പിക്കാൻ നോക്കിയേ. ഇതുപോലെ പുരോഹിതരോരോന്നോതിക്കൊണ്ട് കൗമീനെ നശിപ്പിക്കാൻ നോക്കി. അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. അഭിവന്യനായ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ അധ്യക്ഷൻ AP അബ്ദുസ്സമദ് സാഹിബ്, UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ജനറൽ സെക്രട്ടറി CT ബഷീർ സാഹിബ്, UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, ഇസ്ലാഹി സെൻറ്ററിൻ്റെ ദാഇകളെ, പണ്ഡിതന്മാരെ, ബറാഹ അൽമനാർ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനം ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോൾ അവൻ്റെ സഹായം നമുക്ക് എല്ലാ മേഖലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് നാം ഒത്തുകൂടിയിട്ടുള്ള ഈ അൽമനാർ ഓഡിറ്റോറിയവും ഇവിടെ സംഘടിച്ചിട്ടുള്ള ഈ പ്രവർത്തകന്മാരുടെ ആവേശകരമായ ഈ കൂട്ടായ്മയും. നാം സർവശക്തനെ സ്തുതിക്കുക, അവനോട് നന്ദിയുള്ളവരാവുക, നമ്മുടെ ചുമതല ബോധം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അറിയാത്തവർ എൻ്റെ മുമ്പിലുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പഠിച്ചു മനസ്സിലാക്കിയവർ ഒരുപക്ഷെ വിരളമായിരിക്കും.
പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അജയ്യത വിശദമായി പ്രതിപാദിക്കുക സാഹസമായ ഒരു കാര്യമാണ്. ഞാൻ അല്പ ചരിത്രവും ഏതാനും അടിസ്ഥാനപരമായ കാര്യങ്ങളും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളെ ധരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപരമായ അടിത്തറയും സൈദ്ധാന്തികമായ അടിത്തറയും മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രസ്ഥാനം നാം ഉൾക്കൊള്ളേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പലപ്പോഴും പറയാറുള്ളത്, ഇത് 921 ശേഷം പൊട്ടിമുളച്ച ഒരു പ്രസ്ഥാനമാണ്. ഏതോ ചില മൗലവിമാർ കൂടിയിരുന്നു കൊണ്ട് ആലോചിച്ച് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്. ഇങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഇതേ ആളുകൾ തന്നെ ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോൾ ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പിന്തുടർച്ചക്കാരാണ്, അദ്ദേഹം ബ്രിട്ടീഷ് ചാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് 21 ശേഷം ഉണ്ടായി എന്നത് കുറച്ചുകൂടി പുറകോട്ടേക്ക് പോകുന്നത് കാണാം. ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന വ്യഗ്രതയിൽ ഇങ്ങനെയൊക്കെ പറയുന്ന അതേ ആളുകൾ തന്നെ പറയും, ഈ പ്രസ്ഥാനം ഇബ്നു തൈമിയ്യയുടെ പിന്തുടർച്ചക്കാരാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലത്തോളം പഴക്കമുണ്ട് എന്ന് സമ്മതിക്കലായി എന്ന് ഈ വിമർശകന്മാർ ആ സന്ദർഭത്തിൽ ഓർക്കാറില്ല. ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നതിൽ മാത്സര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ആളുകൾ പറയും, പ്രവാചകന്റെ കാലത്ത് പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അഅറാബിയുടെ പിന്നിൽ നിന്ന് ഒരു ദുഷിച്ച തലമുറ വരാനുണ്ട്, ആ ദുഷിച്ച തലമുറയാണ് ഇവർ, ആ അഅറാബിയുടെ പിന്തുടർച്ചക്കാരാണ് ഇവർ, ആ അഅറാബിയിലേക്കാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് എന്നാണ് ആ സന്ദർഭത്തിൽ ഇത്തരം ആളുകൾ പറയാറുള്ളത്. ഈ വൈരുദ്ധ്യം തന്നെ വിമർശകന്മാർ ഉന്നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ പ്രകടിപ്പിക്കുന്ന വൈരുദ്ധ്യം തന്നെ ഈ വിമർശനം അടിസ്ഥാനരഹിതമാണ് എന്നതിന് മതിയായ തെളിവാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും എടുത്ത് വിശകലനം ചെയ്താൽ ഇതിൽ നിന്ന് ആകത്തുക നമുക്ക് ലഭിക്കാനുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന ഒരു അഅറാബി ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി വന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചും പള്ളിയുടെ പവിത്രതയെ സംബന്ധിച്ചും അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം പള്ളിയുടെ ഒരു ഭാഗത്തിരുന്ന്, പള്ളിക്കുള്ളിലും മണലാണ് പുറത്തും മണലാണ്, അപ്പുറവും ഇപ്പുറവും പ്രഥമദൃഷ്ട്യാ വ്യത്യാസമില്ല, ഒരു ഭാഗത്തിരുന്ന് മൂത്രമൊഴിച്ചു. സഹാബികൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ നബിയാണ് പറഞ്ഞത്, വിട്ടേക്കൂ, അദ്ദേഹം മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്ന്. മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, അവിടെ നിങ്ങൾ വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക. ഈ വന്ന അഅറാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പള്ളിയാണ്, പവിത്രമാണ്, ഇവിടെ മൂത്രമൊഴിക്കാനും മലിനമാക്കാനും പാടില്ല എന്ന്. അദ്ദേഹം അതിനുശേഷം പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടെയാണ് അറിവില്ലായ്മയുടെ പേരിൽ ചെയ്ത ആ കാര്യം പൂർത്തിയാക്കിയതും നബി അദ്ദേഹത്തിന് അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നൊരു ദുഷിച്ച തലമുറ ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുമില്ല. ദുൽഹുവൈസിറ എന്ന പേരിൽ രണ്ടാളുകളുണ്ട്.
ഒന്ന് ദുൽഖുവൈസിറത്തുൽ യമാവൈസിറത്തു തമീമിയാണ്. ഈ രണ്ടാളുകളും ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഗനീമത്ത് സ്വത്ത് വിഭജിക്കുന്ന ഘട്ടത്തിൽ നബിയോട് ഇഅ്ദിൽ യാ മുഹമ്മദേ നീതി പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നീതി കാണിക്കുന്നില്ല എന്ന് നബിയോട് ആവല ആക്ഷേപം ഉന്നയിച്ച് വിമർശിച്ച ആ ദുൽഖുവൈസിറയെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നൊരു ദുഷിച്ച തലമുറ വരാനുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുവന്ന് ദുഷിച്ച തലമുറയാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളെ യുദ്ധത്തിൽ വെച്ച് നഹാബന്ദ് യുദ്ധത്തോടുകൂടി അവർ വധിക്കപ്പെട്ടുവെന്നും പ്രവാചകൻ പറഞ്ഞ അടയാളങ്ങൾ അവരുടെ സഹാബികൾ നേരിട്ട് നോക്കി കണ്ടവർക്ക് ബോധ്യപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് പിന്നീട് പിന്തുടർച്ചക്കാർ ഉണ്ടായിട്ടില്ലെന്നും ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പോലും മറന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കപ്പെടുമ്പോൾ അതിന്റെ ചരിത്രപരമായ വേരുകൾ 921 കണ്ടെത്തിയവർ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ വേരുകൾ അവിടെ ചെന്ന് മുട്ടുന്നില്ല, അവിടെയും അവസാനിക്കുന്നില്ല. ആദിമ മനുഷ്യരായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ ഭാര്യാസന്തതികൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് പ്രബോധനം ചെയ്തു തുടങ്ങിയ ആ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ശേഷം നൂഹ് നബിയും ഹൂദ് നബിയും സാലിഹ് നബിയും അങ്ങനെ നിരന്തരമായി പ്രവാചകന്മാർ ഏറ്റെടുത്ത് നിർവഹിച്ചു വന്ന ആ പ്രവർത്തനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ കാലശേഷം ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ ഏൽപ്പിക്കുകയും അതാണ് അവിടുത്തെ അനുചരന്മാർ ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്തത്. ഖലീഫമാർ അത് ഏറ്റെടുത്ത് നിർവഹിച്ചു, അവരുടെ ശേഷം വന്ന ആളുകൾ ഏറ്റെടുത്തു, സഹാബത്ത് നിർവഹിച്ചു, താബിഈങ്ങൾ നിർവഹിച്ചു, തബഉ താബിഈങ്ങൾ നിർവഹിച്ചു. ഓരോ നൂറ്റാണ്ടിലെയും പരിഷ്കർത്താക്കളും അവരുടെ കൂടെ നിലകൊണ്ടിരുന്ന കൂട്ടായ്മയും മഹത്തായ ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ട് കണ്ണിമുറിയാതെ തുടർന്നു പോന്നതാണ്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ ഈ സത്യവുമായി നിലകൊള്ളുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യും ഖിയാമത്ത് നാൾ വരെ എന്ന് പ്രവാചകൻ സുവിശേഷം അറിയിച്ച ആ സംഘമാണ് പ്രവാചകന്റെ ശേഷം കണ്ണിമുറിയാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ വേരുകൾ തേടുമ്പോൾ അത് മുഹമ്മദ് നബിയിലും അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകന്മാരിലൂടെ ആദം നബിയിൽ ചെന്നാണ് മുട്ടുന്നത്. അതല്ലാതെ അത് ഉമർ മൗലവിയിലോ കെ എം മൗലവിയിലോ വക്കം മൗലവിയിലോ കേരളത്തിലെ ഏതെങ്കിലും മൗലവിമാരിൽ നിന്ന് തുടങ്ങിയതോ അവരിൽ ചെന്ന് അവസാനിക്കുന്നതോ അല്ല. അതിനപ്പുറത്തേക്ക് തന്നെ വിമർശകന്മാർ കൊണ്ടുപോയി എത്തിക്കുന്ന പോലെ പ്രവാചകന്റെ കാലത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത് ദൈവിക മാർഗദർശനമാണ് എന്നുള്ളത് കൊണ്ട് ആ മഹത്തായ ദൈവിക മാർഗദർശനം അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പൂർണ്ണ രൂപം പ്രബോധനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും അവിടുന്ന് മുന്നോട്ട് പ്രവാചകൻ സുവിശേഷം അറിയിച്ച പോലെ കണ്ണുമുറിയാതെ തുടർന്നു വന്ന ആ സത്യത്തിന്റെ സംഘം, ആ സംഘവുമായി കണ്ണു ചേർന്ന് നിൽക്കുന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ വേരുകൾ. ആ പ്രസ്ഥാനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കേരളക്കരയിൽ ഇസ്ലാം വന്നെത്തിയത് ആദ്യകാലത്താണെങ്കിലും ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിമ്നോന്നതികളിൽ ഭാഗവാക്കായിരുന്ന ആ കേരളീയ ജനതയിൽ അവർ വിശ്വാസപരമായി ദുഷിച്ചുപോയ സന്ദർഭത്തിൽ അവർ വീണ്ടും ശരിയായ വിശ്വാസത്തിലേക്ക് ജീർണതകളിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന മഹത്തായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് മക്ദി തങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയത്. നമുക്ക് അറിയാവുന്ന ചരിത്രം
ആ മക്ദി തങ്ങൾ തുടങ്ങിവെച്ച ആ പ്രവർത്തനം, അതാണ് വക്കം മൗലവി ഏറ്റെടുത്തുകൊണ്ട് മക്ദി തങ്ങൾ പാകപ്പെടുത്തിയെടുത്ത മണ്ണിൽ വക്കം മൗലവി തുടങ്ങിവെച്ച സംഘടിതമായ പ്രവർത്തനം. അതാണ് കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെ, കേരള ജമിയത്തുൽ ഉലമയിലൂടെ, കേരള നദുവത്തുൽ മുജാഹിദീനിലൂടെ അതിന്റെ കീഴ്ഘടകങ്ങളും പോഷക ഘടകങ്ങളുമായ വിവിധ ISM, MSM, MGM പോലെ ഇസ്ലാഹി സെന്ററുകൾ, അതേപോലെ തന്നെ മറ്റ് സലഫി സെന്ററുകൾ, അതേപോലെ തന്നെ ബിസ്മി, IMB പോലുള്ള മറ്റു ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ, മലയാളക്കരയിൽ, മലയാളികൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മക്ദി തങ്ങൾ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത്, ഇന്നൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തെ സംബന്ധിച്ചോ ആദ്യകാല നേതാക്കളെ സംബന്ധിച്ചോ അവരുടെ പേര് പറഞ്ഞാൽ തന്നെ അങ്ങേരെ സംബന്ധിച്ച്, പുള്ളിക്കാരനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ആളുകൾ. ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ആ പിന്നിട്ട പാതയെ സംബന്ധിച്ച്, കടന്നു വന്ന ദുർഘടമായ വഴികളെ സംബന്ധിച്ച് ഒരവബോധം ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. നാം ഏതെങ്കിലും ഒരാളെ കണ്ട് അയാളുടെ സംസാരം കേട്ട് അയാളിലൂടെ മനസ്സിലാക്കി അയാളാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോകുമ്പോൾ അയാൾ പ്രസ്ഥാനത്തെയല്ല പഠിക്കുന്നത്. ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിയിൽ അന്ധമായ അനുകരണവും ആ വ്യക്തിക്കനുസരിച്ച് അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, കാറ്റിൽപ്പെട്ട ഇലയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇസ്ലാഹി പ്രസ്ഥാനം ഏതെങ്കിലും വ്യക്തികളിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനമല്ല, വ്യക്തികൾക്ക് പ്രാധാന്യം കൽപ്പിച്ച പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളും പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യരെ സംസ്കരിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും അത് പ്രബോധനം ചെയ്തുകൊണ്ട് ദുർഘടമായ പാതകൾ താണ്ടിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ നാം നിർബന്ധമായി ഓർക്കേണ്ടതുണ്ട്. ഞാൻ വലിയ ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ അടിത്തറ അത് എവിടെയാണ്, അത് നിലകൊള്ളുന്നത്? ആ അടിത്തറയിൽ നിന്ന് കെട്ടിപ്പടുത്ത് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം അത് എവിടെയാണ് ചെന്നുമുട്ടുന്നത്? ഈ പ്രസ്ഥാനത്തിന്റെ വേരുകൾ എവിടം വരെ എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറയുന്നത് പലരും ധരിച്ചത് അത് ഉമർ മൗലവിയുടെ അഭിപ്രായങ്ങള്, KM മൗലവിയുടെ അഭിപ്രായങ്ങള്, വക്കം മൗലവിയുടെ അഭിപ്രായങ്ങള്, MCCയുടെ അഭിപ്രായങ്ങള്, മൗലവിമാരുടെ അഭിപ്രായങ്ങള്, അൽ-മുർഷിദിൽ എഴുതിയ ലേഖനത്തിൽ കാണുന്ന ആശയങ്ങള്, അൽമനാറിലെ മറ്റേതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്ന ആശയങ്ങള്, ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം. അത് നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കും, അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്ന ധാരണയും ആളുകൾക്കിടയിലുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് ഒരു അടിത്തറയില്ല. അത് മൗലവിമാരുടെ ബുദ്ധിയിൽ, അവരുടെ ചിന്തയിൽ ഉടലെടുക്കുന്ന ആശയങ്ങളാണ്. അത് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾക്ക് വിധേയമാവും. ഓരോ മൗലവിയുടെയും അഭിപ്രായത്തിനനുസരിച്ച് അതിൽ മാറ്റമുണ്ടാവും എന്നുള്ള ഒരു ധാരണ വിമർശകന്മാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു തെറ്റിദ്ധാരണ പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഹാബികളുടെ, മുജാഹിദുകളുടെ ആശയം സ്വീകാര്യമല്ല, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളല്ല. ഈ വിമർശകന്മാരാണ് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അന്ധമായി സ്വീകരിക്കുന്നവർ.
അങ്ങനെ വ്യക്തികളിൽ അധിഷ്ഠിതമായി അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അന്ധമായി അനുകരിക്കുന്നവർ ആരാണെങ്കിലും അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പുറത്താണ്. അങ്ങനെ ഒരാശയം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പണ്ഡിതന്മാരും പ്രബോധകന്മാരും പ്രവർത്തകന്മാരും മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള അവന്റെ സന്ദേശമാണ്, അഥവാ വിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ ആധികാരിക വിശദീകരണമായ പ്രവാചക ചര്യയുമാണ് നമ്മുടെ ആദർശം എന്നതാണ് ഈ നമ്മുടെ പണ്ഡിതരും പ്രബോധകരും നേതാക്കളും പ്രവർത്തകന്മാരും ഒരുപോലെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് ആ കാര്യം വിമർശകന്മാർക്കും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നത് സ്വാഭാവികം മാത്രമാണ്. അവർക്ക് തന്നെ അറിയാം അത് ശരിയല്ലെന്ന്, അവർക്കറിയാം അത് സമർത്ഥിക്കാനാവില്ല എന്ന്. ഈ ഒരു പ്രവണത മുസ്ലിം ഉമ്മത്തിൽ ഉടലെടുത്തപ്പോഴാണ് യഥാർത്ഥ മതത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയിട്ടുള്ളത്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഇത് കെ.എം. മൗലവിയുടെ കാലത്ത് അവർ കൂടിയുണ്ടാക്കിയ അഭിപ്രായമല്ല. നേരെ മറിച്ച് നമ്മുടെ ആദർശമെന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത വിശുദ്ധ ഖുർആനും ആ പ്രവാചകന്റെ പവിത്രമായ ചര്യയുമാണ്, കിതാബും സുന്നത്തുമാണ്, ഖുർആനും സഹീഹായ ഹദീസുമാണ് നമ്മുടെ ആദർശമെന്ന് ചുരുക്കി 2 വാക്കുകളിൽ നമുക്ക് പറയാം. ഇതിനപ്പുറം കെ.എം. മൗലവിയുടെ വാക്കുകളോ വക്കം മൗലവിയുടെ വാക്കുകളോ MCCയുടെ വാക്കുകൾക്കോ ഉമർ മൗലവിയുടെ വാക്കുകൾക്കോ KP മുഹമ്മദ് മൗലവിയുടെ വാക്കുകൾക്കോ AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ വാക്കുകൾക്കോ അവരുടെ ശേഷം വരുന്ന അവരുടെ താഴെയുള്ള മൗലവിമാരുടെ വാക്കുകൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒരു പ്രസക്തിയും ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന്റെ ആദർശം എന്നത് വിശുദ്ധ ഖുർആനാണ്, തിരുചര്യയാണ്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. ഇങ്ങനെയാണ് ഈ സമൂഹത്തെ ഈ പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറയുന്നത് കിതാബും സുന്നത്തുമാണ്. ഈ കിതാബും സുന്നത്തും എടുത്തു പറയുമ്പോൾ അതും ഒന്നുകൂടി നമ്മൾ വിശകലനം ചെയ്താൽ അത് പുറകോട്ട് പോയാൽ എവിടം വരെ ചെന്നെത്തുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ആദം നബിയുടെ കാലം തൊട്ട് അല്ലാഹു അവതരിപ്പിച്ച അവന്റെ മാർഗദർശനമാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നെടുത്തു പറഞ്ഞ ആ സന്മാർഗമാണ്. അതാണ് നൂഹ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അതാണ് ഹൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അതാണ് സാലിഹ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അതാണ് ഇബ്രാഹിം നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അതാണ് ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും യൂസുഫ് നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത്. അത് തന്നെയാണ് അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സൈദ്ധാന്തികമായ അടിത്തറയും ചെന്നെത്തുന്നത് അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ ആ മാർഗദർശനം എന്നുള്ളിടത്തേക്കാണ്. അള്ളാഹുവിങ്കൽ നിന്ന് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ ആദിമ മനുഷ്യൻ തൊട്ടാണ് ഇതിന്റെ ചരിത്രപരമായ വേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഇതിന്റെ സൈദ്ധാന്തികമായ വേരുകൾ അള്ളാഹുവിങ്കൽ നിന്ന് ആദം നബിയിലൂടെ അവതീർണമായ ആ മാർഗദർശനത്തിലേക്കാണ് അത് ചെന്നുമുട്ടുന്നത്. വ്യക്തികൾക്കോ വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കോ അവരുടെ വീക്ഷണങ്ങൾക്കോ ഒരു പ്രസക്തിയും ഈ പ്രസ്ഥാനം കൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മതം അംഗീകരിക്കുന്ന ആളുകൾ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ യാഥാർത്ഥ്യം, ഈ 2 യാഥാർത്ഥ്യം ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, അതിനെ സംബന്ധിച്ച്
കാര്യം മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നാം ഉൾക്കൊള്ളേണ്ടതാണ്. അതല്ലാതെ 21 ശേഷം പൊട്ടിമുളച്ചൊരു പ്രസ്ഥാനമല്ല, 21 ശേഷമുള്ള മൗലവിമാരുടെ അവർ രൂപീകരിച്ച പ്രസ്ഥാനമല്ല, 21 ശേഷം ഉടലെടുത്ത മൗലവിമാരുടെ ചിന്തയിൽ രൂപം കൊണ്ടിട്ടുള്ള അഭിപ്രായങ്ങളുമല്ല ഇത് എന്ന് വേണം നാം എവിടെയും തുറന്നു പറയാനും ആദ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും. ഇതാണ് നമ്മുടെ പ്രസ്ഥാനം, ഇതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദർശം, ഇതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഈ രണ്ട് വസ്തുതകൾ നാം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പ്രവർത്തനം സംഘടിതമായി വരുന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മക്രി തങ്ങളുടെ കാലം തൊട്ടാണ് എന്ന്. ആ കാലം മുതൽക്ക് നമ്മുടെ ആ പണ്ഡിതന്മാര്, നേതാക്കന്മാര് അവർ ചെയ്തു പോന്നിട്ടുള്ള ത്യാഗങ്ങള്, ഈ മഹത്തായ ആദർശം പ്രബോധനം ചെയ്യുന്നതിന് അവർ സ്വീകരിച്ച മാർഗങ്ങള്, അവർ സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകള്, അവർ വെട്ടിത്തെളിയിച്ചിട്ടുള്ള രാജവീഥിയിലൂടെയാണ് ഇന്ന് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ആ ദുർഘട പാതയെ സംബന്ധിച്ച് പലർക്കും അറിഞ്ഞുകൂടാ, ഇതിന്റെ പിന്നിൽ ഒഴുക്കിയിട്ടുള്ള വിയർപ്പിനെ പറ്റി അറിഞ്ഞുകൂടാ, അവർ ജീവത്യാഗം ചെയ്തതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ, ആ മഹാന്മാരെ പറ്റി തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഈ ആദർശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ പ്രസംഗത്തിൽ അയാൾ പറയുന്ന കാര്യങ്ങളാണ്, അയാൾ തെറ്റ് പറയില്ല, അയാൾ പറയുന്നത് മാത്രമായിരിക്കും ശരി എന്ന് വിചാരിച്ചിരിക്കുന്നത് മഹാ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളതാണെന്ന് ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തെ സംസ്കരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ മക്രി തങ്ങള് അന്ന് ബ്രിട്ടീഷുകാര് യഥാർത്ഥത്തിൽ അവരുടെ തണലിൽ മുസ്ലിമീങ്ങളെ ക്രിസ്തുവൽക്കരിക്കുന്നതിനു വേണ്ടി മതപരിവർത്തനത്തിനു വേണ്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ തന്റെ ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ഇസ്ലാം ഇന്നതാണെന്ന് കൃത്യമായി തെളിയിക്കുവാനും ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനും മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താനും ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ശരിയായ മറ്റൊരു മതം നിലവിലില്ല എന്ന് ബോധ്യപ്പെടുത്താനും തന്റെ ജോലി രാജിവെച്ചുകൊണ്ട് മതപ്രബോധനത്തിനു വേണ്ടി മുണ്ടും മുറുക്കിയെടുത്ത് ഒരുങ്ങി പുറപ്പെട്ട വ്യക്തിത്വമാണ് മഹാനായ മക്രി തങ്ങള്. ഈ പ്രവർത്തനവുമായി ഓടി നടക്കുമ്പോൾ സ്വന്തം സമുദായത്തിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശക്തമായി എതിർത്തുകൊണ്ട് അവരെ സംസ്കരിച്ചുകൊണ്ട് ഉത്തമരാക്കി വളർത്തിയെടുക്കുന്ന പ്രവർത്തനം കൂടി വളരെ വളരെ ക്ലേശകരമായിട്ട് അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു. ഈ ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തൽസമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം സമുദായത്തിൽ നിന്നുള്ള എതിർപ്പുകളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മക്രി തങ്ങൾ കാഫിറാണെന്ന് പറഞ്ഞ് 40ഓളം ഫത്വകളാണ് അന്നത്തെ മുസ്ലിം പുരോഹിതന്മാര്, യാഥാസ്ഥ പണ്ഡിതന്മാര് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരിൽ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. കാഫിറാണെന്ന് പറഞ്ഞ് ഫത്വകൾ പുറപ്പെടുവിച്ചിട്ട് പോലും അതൊന്നും തന്നെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രബോധന പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിച്ചു. അതേപോലെ തന്നെ ഇസ്ലാമിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനങ്ങളും ക്രിസ്തു മതം ഇവർ വെച്ച് പുലർത്തുന്ന ഈ മത്തായിയുടെ സുവിശേഷവും മാർക്കോസിന്റെ സുവിശേഷവും പൗലോസിന്റെ സുവിശേഷവും ഒക്കെ യഥാർത്ഥ വേദങ്ങളല്ലെന്നും അത് മനുഷ്യനിർമ്മിതിയാണെന്നും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാണെന്നും ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം നിലവിലില്ലെന്നും വളരെ വ്യക്തമായി അദ്ദേഹം പഠിപ്പിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന്റെ മുമ്പിൽ അവർ മുട്ടുകുത്തുകയും അങ്ങനെ ആ ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്ന് അവിടെ തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ നിലക്ക് ജനങ്ങൾക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങള് ത്യാഗം സഹിച്ചുകൊണ്ട് രണ്ടു ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മഹ്ദി മനക്ലേശവും കഠോര കുഠാരവുമൊക്കെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ആ ദുരനുഭവങ്ങള് ഈ തൗഹീദ് പറയുന്നതിന്, ഈ സുന്നത്ത് പ്രചരിപ്പിക്കുന്നതിന്, ഈ ഖുർആൻ വിവരിച്ചു കൊടുക്കുന്നതിന്, ഈ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നമ്മുടെ മുൻഗാമികളായ നേതാക്കള് പണ്ഡിതന്മാര് സഹിച്ചിട്ടുള്ള ത്യാഗം സ്വന്തം
സമുദായത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും കഥകള് അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് വക്കം മൗലവിയുടെ പ്രവർത്തനം, സംഘടിതമായ പ്രവർത്തനം, നിഷ്പക്ഷ രൂപീകരണത്തിലൂടെ തുടങ്ങിയ പ്രവർത്തനം, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള തർക്ക വിതർക്കങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് കൊടുങ്ങല്ലൂർ പ്രദേശത്തെ ആളുകൾക്കിടയിൽ രമ്യതയുണ്ടാക്കുന്നതിനു വേണ്ടി തുടങ്ങിയ പ്രവർത്തനം. അത് കുടുംബ വഴക്കുകൾ തീർത്താൽ പോരാ, സ്വത്ത് തർക്കം തീർത്താൽ പോരാ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പോരാ. യഥാർത്ഥത്തിലുള്ള ഐക്യം ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധ്യമാവുക. അതല്ലാതെ സ്വത്ത് തർക്കം പറഞ്ഞു തീർത്തതുകൊണ്ടോ കുടുംബ വഴക്ക് പറഞ്ഞു തീർത്തതുകൊണ്ടോ ശരിയായ ഐക്യം സാധ്യമാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ഐക്യസംഘത്തിന്റെ നേതാക്കൾ ഐക്യസംഘത്തിന്റെ 2ാമത് വാർഷിക യോഗത്തിലാണ് ജനങ്ങൾക്ക് വിജ്ഞാനം നൽകിക്കൊണ്ട്, അറിവ് നൽകിക്കൊണ്ട്, ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട്, സുന്നത്ത് പഠിപ്പിച്ചുകൊണ്ട്, തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ ഏകീകരിക്കേണ്ടത്, അവരെ ഐക്യപ്പെടുത്തേണ്ടത്, ഒരു സരണിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന ഐക്യസംഘത്തിന്റെ നേതാക്കളുടെ ആ തിരിച്ചറിവാണ് കേരള ജംഇയ്യത്തുൽ ഉലമായുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് സംഘടനയും ആദർശവും ഒരു ശരീരം പോലെ, ജീവനുള്ള മനുഷ്യനെ പോലെ, ഒരു ജഡം, ഒരു ശരീരം, ആ ശരീരത്തിലുള്ള ആത്മാവ്, ശരീരം സംഘടനയുടെ സ്ഥാനത്തും ആദർശം ആത്മാവിന്റെ സ്ഥാനത്തും ഒരു ജീവനുള്ള, ചലനമുള്ള, ചൈതന്യമുള്ള, ക്രിയാത്മകതയുള്ള, പ്രവർത്തിക്കുന്ന, വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് ഈ ഇസ്ലാഹി സംഘടനയെ കൊണ്ടുവന്നത് ഈ മഹത്തായ ആദർശത്തിനു വേണ്ടി, അത് പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി, അതുവഴി ആളുകളെ ഒന്നിച്ചെടുക്കുന്നതിനു വേണ്ടി, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏകീകരിക്കുന്നതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ പ്രവർത്തനം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ തുടങ്ങിയത്. അങ്ങനെയാണ് ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വരുന്നത്, അതിന്റെ ആഭിമുഖ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ആളുകൾക്ക് കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഐക്യസംഘത്തിന്റെ വാർഷിക സമ്മേളനങ്ങൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 14 മഹാസമ്മേളനങ്ങൾ, അത് വടക്കും തെക്കും, കാസർഗോഡ് മുതൽക്ക് കണ്ണൂരിലും തലശ്ശേരിയിലും, അതുപോലെ കോഴിക്കോടും, അതേപോലെ മലപ്പുറത്തും തിരൂരിലും, അങ്ങനെ തുടങ്ങി മറ്റുള്ള പല സ്ഥലങ്ങളിലും പ്രധാന നഗരങ്ങൾ കേന്ദ്രമായി ഈ ഐക്യസംഘത്തിന്റെ വാർഷിക സമ്മേളനങ്ങൾ കൊടുങ്കാറ്റുപോലെ ആഞ്ഞു വീശി ശിർക്ക് ബിദ്അത്തിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്തു വീഴ്ത്തുകയായിരുന്നു. അതാണ് കേരളത്തിന്റെ ഇസ്ലാഹി ചരിത്രം വിളിച്ചറിയിക്കുന്നത്. ആ ഐക്യസംഘത്തിന്റെ പ്രവർത്തകന്മാരെ തകർക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തരത്തിലാണ് ബഹുജനങ്ങളെ ഇളക്കിവിട്ടിരുന്നത്. ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഐക്യക്കാരെ ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്തുന്നതിന് അന്ന് സമുദായം ഒന്നടങ്കം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യ പണ്ഡിത പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചോദിപ്പിക്കുകയും ആ ചോദ്യം കേൾക്കുമ്പോഴേക്ക് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ പോലെയുള്ള കൂർമ്മ ബുദ്ധിയുള്ള, ദീർഘദൃഷ്ടിയുള്ള നമ്മുടെ ആദ്യകാല നേതാക്കള് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു ഫത്വ എഴുതി കീശയിൽ വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചത് ചോദ്യം തുടങ്ങിയപ്പോഴേക്ക് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഇത് ഈ ഫത്വയല്ല പുറത്തെടുക്കുക, എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന്റെ കൂടെ എനിക്ക് ചിലത് വിശദീകരിക്കാനുണ്ട്, അതുകൂടി കേൾക്കണമെന്ന് പറഞ്ഞ് ആ ഫത്വ എഴുതിക്കൊണ്ടുവന്ന ഫത്വ ഉണ്ടെന്ന് സമ്മതിക്കുകയും അത് പുറത്തെടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തത് നമ്മുടെ മുൻഗാമികളായ നേതാക്കളുടെ കൂർമ്മ ബുദ്ധിയും ദീർഘദൃഷ്ടിയും ഇവരുടെ കുതന്ത്രത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവുമായിരുന്നു. ആ തരത്തിൽ പിന്നീട് ഈ ഐക്യസംഘത്തിന്റെ കോഴിക്കോട് നടക്കുന്ന വാർഷിക സമ്മേളനം തടയാനായിരുന്നു. അത് തടയേണ്ടതില്ല, നടന്നോട്ടെ എന്ന് തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു. ഇതുപോലെ മലപ്പുറത്ത് ഐക്യസംഘത്തിന്റെ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ അവിടെ ഊരുവിലക്ക് പാസാക്കിയതും ബഹിഷ്കരണം ഏർപ്പെടുത്തിയതും ഐക്യക്കാർ
ഭടന്മാർക്ക് വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞതും ആ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയതും എല്ലാം കേരളത്തിന്റെ ഈ ചരിത്രത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭൂമികയിൽ കഴിഞ്ഞുപോയ അധ്യായങ്ങളാണ്. ഇന്ന് ആ ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന പുതുതായ ആളുകൾ കരുതുകൂടാ. അവർക്ക് ഇന്ന് വാഗ്ദോരണികൾ ആരുടേത് കേട്ടാണോ കടന്നു വന്നത് അവരെയല്ലാതെ അതിനപ്പുറത്തെ കരുതുകൂടാ. ചില ആളുകൾ അവരെ പരിചയപ്പെടുത്തുകയല്ലാതെ അവരൊക്കെ എങ്ങനെ ഉണ്ടായി, എവിടെ നിന്ന് വന്നു, ഈ പ്രസ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു വന്നു, ഇതിന്റെ പിന്നിലുള്ള ത്യാഗങ്ങൾ എന്ത്, ഇതിന്റെ മഹത്തായ ആദർശം കുടിക്കൊള്ളുന്നത് അടിസ്ഥാന സ്രോതസ്സുകള്, അടിസ്ഥാന പ്രമാണങ്ങള് ഏതാണെന്ന് പോലും വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടല്ല അണികളെ രൂപപ്പെടുത്തുന്നത്. തനിക്ക് ചുറ്റും ഒരു ഫാൻസ് ഉണ്ടാവണം, തനിക്ക് റാൻമൂളുകൾ ഉണ്ടാവണം, തന്നെ സംരക്ഷിക്കാനും കൊണ്ടു നടക്കാനും തനിക്ക് വേണ്ടി ഒരു കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നതിലപ്പുറം ആദർശത്തിനു വേണ്ടി, പ്രസ്ഥാനത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന കർമ്മഭടന്മാരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നിടത്തു നിന്ന് ഇന്ന് കാലം മാറിപ്പോയി എന്നുള്ളത് വർത്തമാനകാല സംഭവ വികാസങ്ങളെപ്പറ്റി ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കണ്ണും കാതുമുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. ആദ്യകാലത്തെ അവസ്ഥ അതല്ലായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ, ഐക്യസംഘം 14 വാർഷിക സമ്മേളനങ്ങൾ അത് നടത്തുക വഴി കേരളത്തിന് ഊടും പാവുമായി ഇസ്ലാഹി പ്രസ്ഥാനം അവർ നെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ പേരിൽ പ്രവർത്തിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഐക്യസംഘം പിരിച്ചുവിടപ്പെടുകയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലാണ് കുറച്ചു കാലം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. ആ ഒരു കാലത്ത് പ്രവർത്തനങ്ങളിലൂടെ ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് മനസ്സിലായി ഇത് വെറും പണ്ഡിതന്മാര് മാത്രം നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചാൽ പോരെന്ന്. അതുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ തീരുമാനിക്കുകയാണ് സാധാരണക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുജന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കണം. ഈ മഹത്തായ ആദർശത്തിന്റെ പ്രബോധനം അത് പണ്ഡിതന്മാര് മാത്രം നിർവഹിച്ചാൽ പോരാ, സാധാരണക്കാർക്ക് കൂടി ഇതിൽ റോളുണ്ട്, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഇതിൽ റോളുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ്. ഇന്ന് അത്ഭുതം എന്ന് പറയട്ടെ, നാണം കൊണ്ട് പറയാനും വിഷമം തോന്നുന്നു. മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ ഓരത്ത് വളർന്നു വന്ന ചില ആളുകൾ ഇങ്ങനെ സംഘടന തന്നെ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, സംഘടന തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട്, സംഘടനക്കെതിരിൽ വാളെടുത്തുകൊണ്ട് നീങ്ങിയ ഒരുപിടി ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ ആ ആദർശത്തിന് തീവ്രതയും തീക്ഷ്ണതയും വെച്ചു പുലർത്തുന്നത് കൊണ്ട് ഒരുപിടി ആളുകൾ മാത്രമാണ് ആ ചിന്തയിൽ ആകർഷിക്കപ്പെട്ടത്. എങ്കിലും അവർ വാദിക്കുന്നത് അവരുടെ കൂട്ടത്തിലും വളരെ തീവ്രതയുള്ളവർ ഇത് പ്രവാചകന്മാരോടുകൂടി ദഅവത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ ശേഷം മഹാപണ്ഡിതന്മാര്, സമുദ്ര സമാനമായ പണ്ഡിതന്മാര്, അവർക്ക് ദഅവത്ത് നടത്താവൂ, അല്ലാത്തവർ ദഅവത്ത് മതപ്രബോധനം നടത്താൻ പാടില്ല. അത് പോന്നു പിന്നെ അറബി അറിയുന്നവർക്ക് അറബി ഭാഷയിലെ ദഅവത്ത് നടത്താവൂ, മലയാളത്തിലും മറ്റ് ഭാഷകളിലും പഠിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും ആ ഭാഷയിലൊന്നും ദഅവത്ത് നടത്തിക്കൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് ദഅവത്തിനെ സങ്കുചിതമാക്കിക്കൊണ്ട് അത് ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് ചില ആളുകൾ പോയിട്ടുള്ളത് എന്നത് വർത്തമാനകാലത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്ന് അതിന്റെ കഥ എന്തെന്ന് ഞാൻ പറയേണ്ടതില്ല. ആ ചിന്ത തുടങ്ങിയവർ തന്നെ അതിൽ നിന്നെല്ലാം രാജിയായി പിരിച്ചുവിട്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം അതൊരു മനുഷ്യർ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അത് പിന്തുടരാൻ പറ്റുന്നതല്ല, ഒരു സമൂഹത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന രീതിയല്ല അത്. മലയാളക്കരയിൽ മലയാളം അറിയുന്നവര് ആദ്യം അറബി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അറബിയിൽ ഖുത്ബ നടത്തി, അറബിയിൽ ദർസ് നടത്തി, അറബിയിലൂടെ ഒരു പ്രായോഗികമായ പ്രബോധന രീതിയല്ല അത്.
പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബികള് വിവിധ ഭാഷകൾ പഠിച്ചത്, വിവിധ ദിക്കുകളിൽ പോയത്, അന്യഭാഷകൾ പഠിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിയത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന വസ്തുതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ ഖുറൈശികളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിലും അറബി ഭാഷയിൽ തന്നെ വ്യത്യസ്തമായ ലഹിജകളുണ്ട്. വിവിധങ്ങളായ ലഹിജകൾ നബി പോലും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലഹിജയിൽ സംസാരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. മറ്റു ഭാഷകൾ പഠിക്കാൻ പ്രേരിപ്പിച്ചതുണ്ട്. അല്ല തന്നെ അറബി ഭാഷ മാത്രമാണ് പ്രബോധനത്തിനെന്ന് തീരുമാനിച്ചിട്ടില്ല. ഖുർആൻ തന്നെ പറയുന്നത് ഓരോ പ്രവാചകനെയും ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ട സമൂഹത്തിന്റെ ഭാഷയിൽ പ്രബോധനം ചെയ്യാനാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അവിടെ ഭാഷയ്ക്ക് പ്രസക്തിയില്ല. പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന പ്രബോധിത സമൂഹത്തിന്റെ ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് പ്രബോധനം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. ആ നിലക്കായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ നിയോഗമനം. മുഹമ്മദ് നബി അറബിയാണ്. അറബികളിലേക്കാണ് ആദ്യമായി തന്റെ പ്രബോധനം എത്തുന്നത്. അവിടെ തങ്ങി നിൽക്കേണ്ടതല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും എത്തേണ്ടതാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ മാത്രമുള്ള പ്രബോധനമായാൽ പോരാ. അതുകൊണ്ടാണ് സഹാബത്ത് അടക്കമുള്ള പിൽക്കാലക്കാര് മറ്റ് ഭാഷകൾ പഠിച്ചതും ആ ഭാഷയിൽ പ്രബോധനം നിർവഹിച്ചതും എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഖുർആൻ തന്നെ പറയുന്നത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അനാ വമനിത്തബഅനി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്നു വ്യക്തമായ അറിവിന്റെ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ. ഞാൻ മാത്രമോ ഞാൻ മാത്രമല്ല ഞാനും വമനിത്തബഅനി എന്നെ പിൻപറ്റിയവരും മുഹമ്മദ് നബിയെ പിൻപറ്റിയെന്ന് അവകാശപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ബാധ്യതയാണ് അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുക എന്നത്. അത് പ്രസംഗിക്കാൻ കഴിയുന്നവരുണ്ടാകും, എഴുതാൻ കഴിയുന്നവരുണ്ടാകും, സംസാരിക്കാൻ കഴിയുന്നവരുണ്ടാകും, ഒരു ലഘുലേഖ കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും, ഒരു CD കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും, ഒരു നോട്ടീസ് ഒട്ടിക്കാൻ കഴിയുന്നവരുണ്ടാകും, ഇതിനു വേണ്ട കാശ് കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ പ്രബോധനം മറ്റുള്ളവർക്ക് എത്തിക്കുന്ന മാർഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഒരാളും ഉണ്ടാവില്ല. ഈ ഒരു തിരിച്ചറിവാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കള് ഇതൊരു ബഹുജന പ്രസ്ഥാനമായി തുടങ്ങിയത്. പണ്ഡിതന്മാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഇത് വെറും പണ്ഡിതന്മാരിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും അവരുടെ നേതൃത്വം ആവശ്യമാണെന്നും ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടക്കേണ്ടതാണെന്നുമുള്ള ആ തിരിച്ചറിവിലേക്ക് തിരിച്ചു വന്നാണ് 1950 കേരള മുഴുവത്തിൽ മുജാഹിദീൻ രൂപീകരിക്കുന്നത്. ആ കാലത്തിനിടയ്ക്ക് കഴിഞ്ഞുപോയ സംഭവങ്ങൾ അതൊന്നും ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടി സംസാരിച്ച് നിർത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ദീർഘമായ ചരിത്രങ്ങൾ ഇതൊന്നും ഇതുപോലെ വിശദമായി പറയാൻ ഒരു ദിവസത്തെ ക്ലാസ്സോ 2 ദിവസത്തെ ക്ലാസ്സോ മതിയാവില്ല. നമ്മുടെ ചരിത്രം അറിയുന്ന ഇസ്ലാഹി സെന്ററിന്റെ ദായിമാർ പ്രഗത്ഭരായ പണ്ഡിതരും വാഗ്മികളുമായ ചെറുപ്പക്കാരായ പ്രബോധകന്മാര് നമുക്കിവിടെയുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗന്ധശ ഈ ചരിത്രം വിശദീകരിക്കുന്ന തുടർച്ചയായ ക്ലാസുകൾ സംഘടിപ്പിക്കണം. ആ ചരിത്രം നിങ്ങൾ പഠിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇതിനെ തളരാൻ അനുവദിക്കില്ല, ഇതിനെ തളർത്താൻ അനുവദിക്കില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് ധീരമായി മുന്നിട്ടിറങ്ങിയ ഈ ധേരയിലും അതുപോലെ UAE മൊത്തവും മലയാളികൾ ഉള്ളയിടത്തും മുഴുവനും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശബ്ദം തളരാൻ അനുവദിക്കാതെ ആ ശബ്ദത്തെ കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തി കാണിക്കുന്നതിൽ പങ്കുകൊള്ളുന്ന നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇക്കാര്യമാണ്. ആദ്യകാലത്ത് നമ്മുടെ പണ്ഡിതന്മാര് തുടങ്ങിയ ആ പ്രവർത്തനത്തെ ഏതെല്ലാം തരത്തിലാണ് വാദപ്രതിവാദങ്ങള് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് തന്നെ അല്ലാഹു ഏകനാണെന്നും അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂവെന്നും സകല ആരാധനകൾക്കും അർഹൻ അവനാണെന്നും പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പ്രവാചകന്മാർ അഖിലവും വന്നത്. വേദഗ്രന്ഥങ്ങളും മുഴുവനും അവതരിപ്പിക്കപ്പെട്ടത്
ചെയ്യേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിന്റെയും മജ്ജ. ആ ആദർശത്തെയാണ് അമ്പിയാക്കളുടെ പ്രബോധനത്തെ, വേദഗ്രന്ഥങ്ങളുടെ ആത്മാവിനെ അതിന്റെ കടക്ക് കത്തിവെക്കുന്ന ആശയവുമായിട്ടാണ് യാഥാസ്ഥിക പുരോഹിതന്മാര് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് അവർ തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെട്ടിരുന്നത്. അവരുടെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് വാദപ്രതിവാദങ്ങളിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ഉൾക്കൊണ്ട ആളുകൾ അവരാണ് കൂട്ടം കൂട്ടമായി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരുന്നത്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും പൂനൂരിൽ വെച്ച് നടത്തിയ വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിൽ അന്ന് പങ്കെടുത്ത പണ്ഡിതന്മാര് MP അബ്ദുൽ ഖാദിർ മൗലവിയെ പോലുള്ള ആളുകൾ അത് കേട്ടുകൊണ്ടാണ് പിന്നീട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ആദ്യകാല പണ്ഡിതന്മാര് മുഴുവനും യാഥാസ്ഥികരായിരുന്നു. അവർ ഗൂഢോത്തരം ചെയ്തിരുന്നവരും ജിന്ന് സേവ നടത്തിയിരുന്നവരും ജിന്നിനെ അടിച്ചിറക്കിയിരുന്നവരും അതേപോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടിയിരുന്നവരും ഉറുക്കുമേലസും എല്ലാം തന്നെ എഴുതി കൊടുത്തിരുന്നവരും അത് കെട്ടിയിരുന്നതും അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്നവരും ഇതുപോലുള്ള വിദ്യകളിൽ പാമരജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിർത്തിപ്പോന്നവരായിരുന്നു. അവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാരുടെ നേതാക്കളുടെ പ്രബോധനത്തിന്റെ വെളിച്ചം, ആ കിരണങ്ങൾ കടന്നു വന്നപ്പോൾ അതിന്റെ മുമ്പിൽ ഈ തെളിവുകളില്ലാത്ത, പ്രമാണത്തിന്റെ പിൻഫലമില്ലാത്ത, മനുഷ്യബുദ്ധിയുടെ യാതൊരു പിന്തുണയുമില്ലാത്ത ഈ അന്ധവിശ്വാസങ്ങളെ, അനങ്ങചങ്ങരങ്ങളെ കൈവടിയുകയല്ലാതെ നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൂരിരുട്ട് ഈ തൗഹീദിന്റെ വെളിച്ചത്തിൽ അതങ്ങനെ നീങ്ങിപ്പോവുകയും എല്ലായിടങ്ങളിൽ വെളിച്ചം പകരുകയുമായിരുന്നു. ഒരൊറ്റ ചോദ്യമാണ് അലവി മൗലവി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മുഹൈദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ഉദ്ധരിക്കാമോ, ഒരായത്ത് തെളിവിന് ഉദ്ധരിക്കാമോ എന്ന ചോദ്യത്തിന് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാര് നേരം പുലരുന്നത് വരെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ, നിങ്ങൾ ആദ്യം ചോദിച്ചത് ശരിയായില്ല, നിങ്ങളാണ് ആദ്യം ചോദിക്കേണ്ടത് എന്ന് വ്യവസ്ഥയിലില്ല എന്നാണ് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ മറുപടി. അലവി മൗലവി എഴുന്നേറ്റ് പറഞ്ഞു, ആരാണ് ആദ്യം ചോദിക്കേണ്ടതെന്ന് വ്യവസ്ഥയിലില്ല. ശരി തന്നെ, അതുകൊണ്ട് ആർക്കും ചോദിക്കാം, ഞാൻ ചോദിച്ചിരിക്കുന്നു എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. അപ്പോഴും മറുപടി പറഞ്ഞില്ല. അള്ളാന്റെ ഖുർആനിൽ ആയത്തില്ല, ആയത്തിൽ കൈവെക്കാൻ അന്നത്തെ മുസ്ലിയാക്കൾക്ക് ഭീതിയായിരുന്നു. അത് മരിച്ചയിടത്ത് ഓതാനും എഴുതി കെട്ടാനും കലക്കി കുടിക്കാനും ബർക്കത്തിലെടുക്കാനും ഖബറിൻപുറത്ത് പോയി ഓതാനും മാത്രമാക്കി വെച്ചിരുന്നു. പക്ഷെ അത് ദുർവ്യാഖ്യാനിക്കുവാൻ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ ആ പതി പറഞ്ഞു, ആരാദ്യം ചോദിക്കണമെന്ന് വ്യവസ്ഥയിൽ ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാമെന്നർത്ഥമില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല എന്ന്. വീണ്ടും അലവി മൗലവി പറഞ്ഞു, ആര് ചോദിക്കണമെന്ന് വ്യവസ്ഥയിലില്ലാത്തത് കൊണ്ട് ആർക്കും ചോദിക്കാം. നിങ്ങളാണ് ചോദിച്ചതെങ്കിൽ ഞാൻ ഉത്തരം പറയും, പക്ഷെ ഞാനാണ് ചോദിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ചോദിക്കണമെന്ന് വ്യവസ്ഥയിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ചോദിച്ചത് ശരിയായില്ലെന്ന് വീണ്ടും പറഞ്ഞ് അങ്ങ് നേരം വെളുപ്പിച്ചു. നേരം പുലരുന്നത് വരെ ഒരായത്തോതിയില്ല, ഒരു തെളിവ് ഉദ്ധരിച്ചില്ല. അദ്ദേഹത്തെ കൊണ്ടുവന്നവർ തന്നെ നാണം കെട്ടു. ആ പൂനൂരിലാണ് പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു പള്ളിയും മഹല്ലും വളർന്നു വരുന്നത്, അതിന്റെ പരിസരങ്ങളിൽ വളർന്നുണ്ടാകുന്നത്. എന്നാൽ ഇതുപോലെ ഒട്ടനവധി വാദപ്രതിവാദങ്ങള്, ഗണ്ണന പ്രസംഗങ്ങള്, കുറ്റിച്ചിറ വെച്ച് നടന്ന ഗണ്ണന പ്രസംഗം 12 ദിവസം നീണ്ടുനിന്ന ആ വാദപ്രതിവാദത്തിന് ശേഷം അന്ന് മറുചേരിയിൽ നിന്നിരുന്ന PS അബ്ദുറഹ്മാൻ കോയ സാഹിബ് എന്ന ബാബ സാഹിബ്
അദ്ദേഹം അതിന്റെ ശേഷമാണ്. ആ വാദപ്രതിവാദം കേട്ടുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി വർഷങ്ങളായി പ്രസിഡന്റായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേരോട്ടം സിദ്ധിച്ചത് ആ സംവാദത്തിന്റെ ശേഷമായിരുന്നു. ഇതുപോലെ താനാളൂർ വാദപ്രതിവാദം, പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും, നമ്മുടെ പണ്ഡിതന്മാർക്ക് പ്രസംഗിക്കുവാൻ അനുവാദമില്ലാത്ത അവസ്ഥകൾ, ഉമർ മൗലവിയുടെ വയനാട്ടിൽ അദ്ദേഹത്തെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി വധിക്കുവാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ അലവി മൗലവിയെ കുന്നംകുളം ഭാഗത്ത് പ്രസംഗിക്കുവാൻ അവർ ചെന്നിറങ്ങിയിട്ട് വഴിതെറ്റിച്ച് വധിക്കാൻ കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമം നടത്തിയത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സയ്യിദ് മൗലവി അദ്ദേഹം പൊന്നാനിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പടക്കത്തിന് തീ കൊടുത്തുകൊണ്ട് മാലപ്പടക്കം കഴുത്തിലേക്ക് എറിഞ്ഞത്, എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം ത്യാഗങ്ങൾ. നല്ല എയർ കണ്ടീഷൻ ചെയ്ത കാർ ഒരുക്കി നിർത്തി, അതേപോലെ തന്നെ AC റൂമിലേക്ക് കൊണ്ടുപോയി, വിമാനത്തിന് ടിക്കറ്റുകൾ നൽകി, ഒരു നേരത്തെ പ്രസംഗത്തിന് കൊണ്ടുപോകാൻ അക്കാലത്ത് ആളുകളുണ്ടായിരുന്നില്ല. കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത തറവാട്ടിലെ കാരണവരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയായ AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ കഴിഞ്ഞ 60 വർഷത്തെ അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായി കടന്നുവന്ന് അലവി മൗലവിയുടെ കൂടെ പ്രസംഗിച്ചു നടന്ന് ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി, 10-15 കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് അതേ വഴിക്ക് തിരിച്ചു വീട്ടിലേക്ക് നടന്നു പോന്നിരുന്ന ആ ത്യാഗത്തെപ്പറ്റി ഇന്ന് വാദോരാതെ പ്രസംഗിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ പുതുദായികൾക്കറിയുമോ? കോക്കസ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ വൃന്ദത്തെ കൂടെ കൂട്ടിക്കൊണ്ട് താനും ഈ ഫാൻസുമാണ് ഇസ്ലാഹി പ്രസ്ഥാനം, അല്ലാത്തവരൊക്കെ കോക്കസാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർക്ക് ഈ കഴിഞ്ഞകാല ചരിത്രത്തെപ്പറ്റി വല്ലതും അവർക്കറിയുമോ? ഇതൊന്നും അറിയാത്തവരാണ് AP അബ്ദുൽ ഖാദിർ മൗലവിയെ കോക്കസായി ചിത്രീകരിക്കുന്നത്, അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ താടിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്ന പറമ്പ് ഒരു ഓർഫനേജിന് വഖഫ് ചെയ്തതാണ് എന്ന കള്ളത്തരത്തിലുള്ള ആരോപണങ്ങൾ നോട്ടീസാക്കി ഇറക്കിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ കൊണ്ട് തളർന്നു പോകുന്ന പ്രസ്ഥാനമല്ല അത്. ആദർശത്തെ ആദർശം കൊണ്ടാണ് നേരിടേണ്ടത്. ആ ആദർശത്തെ നേരിടാൻ ആദർശമില്ലാത്തവരാണ് അതിന്റെ പണ്ഡിതന്മാര്, പ്രബോധകന്മാര്, നേതാക്കള്, പ്രവർത്തകന്മാര് ശാരീരികമായി നേരിടുന്നത്, അവർക്കെതിരിൽ കള്ളക്കേസുകൾ കൊടുക്കുന്നത്, അവരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്, ദുരാരോപണങ്ങൾ അഴിച്ചുവിടുന്നത്, നെറ്റിലും ഫേസ്ബുക്കിലും അങ്ങനെ തുടങ്ങി സാധാരണ ടെലിഫോൺ മെസ്സേജുകളിലും ടെലിഫോണുകളിലും നോട്ടീസുകൾക്കിടയിൽ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, രഹസ്യ മെസ്സേജുകൾ നൽകിക്കൊണ്ട് അയച്ചുകൊണ്ട്, സ്വകാര്യ യോഗങ്ങൾ നടത്തിക്കൊണ്ട്, തമ്മിൽ അടുപ്പിച്ചുകൊണ്ട്, കക്ഷികളാക്കി വേർതിരിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ദുർഘടമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്ന് ഇന്ന് എല്ലാവരും അതിനുവേണ്ടി അവർ ആദ്യം ഉപയോഗിച്ച വ്യക്തി തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇപ്പോൾ തന്നെ അവർ തള്ളിയിരിക്കുന്നു, എന്നെ തള്ളിയത് ഇന്ന ആളുകളാണ്, APക്ക് കസേര നിലനിർത്താനാണ്, സലഫിയുടെ അധികാരമോഹമാണ് എന്നൊക്കെ പ്രസംഗിച്ചവർ ഇപ്പോഴിതാ ഞാൻ എവിടുക്കാ പോവുക, ഞങ്ങളൊക്കെ എവിടുക്കാ പോവുക, ഈ പണ്ഡിതന്മാരാണ് നേതൃത്വം കൊടുക്കേണ്ടത് എങ്കിൽ ഞങ്ങളൊക്കെ എവിടെയാണ് നേതൃത്വം? ആർക്കാണ് നേതൃമോഹം? ആർക്കാണ് അധികാരക്കൊതി? ആരാണ് കോക്കസായി പ്രവർത്തിച്ചത് എന്ന് ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള വസ്തുതയാണ്. പക്ഷേ എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കഴിഞ്ഞ കാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾക്കറിയുന്നവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, അറിയുന്നവരോട് ചോദിച്ചു നോക്കുക. ആ പഴയകാല പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ടാണ്, ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തുകൊണ്ടാണ്
കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ്, ദുർഘടമായ വഴി വെട്ടിത്തെളിയിച്ചുകൊണ്ടാണ് അവർക്ക് തന്നെ നടന്നു വരാനുള്ള ഒരു വഴി അവർ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ത്യാഗമെന്ന വാക്ക് പോലും പറയാൻ അർഹതയില്ലാത്ത, ഒഴുക്കി വേർപ്പ് പോലും ഒഴുക്കിയിട്ടില്ലാത്ത അത്തരം വെറും വിരിച്ച വിരിപ്പിൽ കിടന്ന് സൂക്ഷ്മമായി കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങുന്ന ആളുകൾക്ക് ഈ ത്യാഗത്തെപ്പറ്റി അറിഞ്ഞുകൂടാ. ആ ആളുകൾ ചെയ്തു പോകുന്ന ആ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ച, അതാണ് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതിന്റെ ആദർശം എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തകന്മാര് ആ സ്വഭാവത്തിലുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ദീർഘകാല സംഘടനാ പരിചയമില്ലാത്തവരും പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ അറിയാത്തവരും ആദർശത്തിന്റെ അടിത്തറയും ആദർശത്തിന്റെ വിശദാംശങ്ങളും വ്യക്തമായി പഠിച്ചിട്ടില്ലാത്തവരും ഇത് രണ്ടും സൂക്ഷ്മമായി പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പണ്ഡിതന്മാര് സഹിച്ചിരുന്ന ഈ ത്യാഗം പോലെ സാധാരണ പ്രവർത്തകന്മാരും അങ്ങേയറ്റം ത്യാഗം സഹിച്ചവരാണ്. പൂനൂരിൽ അബൂബക്കർ ഹാജി പള്ളിയിൽ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ബോംബിന് തീ കൊടുത്ത് പള്ളിയും മുറിയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ സ്ഫോടനത്തിൽ മരിച്ചുപോയ നമ്മുടെ പ്രവർത്തകന്മാർ, അതുപോലത്തെ പ്രവർത്തകന്മാർ ഒരാളും രണ്ടാളുമല്ല ഉണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റത്തെ ത്യാഗം സഹിച്ചിരുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, ആദ്യകാല പ്രവർത്തകന്മാർ, കഷ്ടപ്പെട്ട പ്രവർത്തകന്മാർ, അവരൊക്കെ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നത് ഈ ആദർശത്തെ വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നിനെയും വിചാരിച്ചിട്ടല്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന ചില പഴയകാല സാധാരണ പ്രവർത്തകന്മാരുണ്ട്. ഒരായത്തിന്റെ വിശദീകരണം കേട്ടിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവർ, അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ നിന്ന് ആയത്തും ഹദീസും കേട്ട് മനഃപ്പാഠമാക്കി വെച്ച് രാത്രികാലങ്ങളിൽ ചൂണ്ടയിട്ട് പോകുമ്പോൾ മുസ്ലിയാക്കളുടെ വെല്ലുവിളി കേട്ട് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി ചെന്ന സാധാരണക്കാർ, ഇങ്ങനെ സാധാരണക്കാരായ മുജാഹിദുകൾ ആയത്ത് മനഃപ്പാഠമാക്കിയവരായിരുന്നു, ഹദീസ് മനഃപ്പാഠമാക്കിയവരായിരുന്നു, തർക്ക വിഷയങ്ങളുടെ പ്രമാണങ്ങൾ ഹൃദിസ്ഥമാക്കിയവരായിരുന്നു. പീഡികക്കോലായിരുന്നു കൊണ്ട് ഒരു മുജാഹിദിന്റെ മുമ്പിൽ തർക്കിക്കാൻ ധൈര്യം കാണിക്കാത്ത മുസ്ലിയാക്കളുണ്ടായിരുന്നു. സാധാരണ പ്രവർത്തകർ ആ നിലക്കാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം, പഠിക്കണം, ആദർശം പഠിക്കണം, തർക്ക വിഷയങ്ങളിലുള്ള യഥാർത്ഥ നിജസ്ഥിതി എന്ത് എന്ന് പ്രമാണത്തോടുകൂടി പഠിക്കണം. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, അറിവ് നേടിയെടുക്കുക എന്നുള്ളത്. ആ പൂർവികരായ ആളുകൾ ചെയ്തതുപോലുള്ള ത്യാഗം ഇന്നും നമ്മൾ ചെയ്യണം. പണ്ടുകാലത്തേതിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചുപോക്ക് ഒരു മുസ്ലിയാർ ഒരു മുടി കൊണ്ടുവന്ന് ആ മുടി വിവാദം കെട്ടടങ്ങിയിട്ടില്ല, അപ്പോഴാണ് ഒരു ചട്ടിയുമായി വരുന്നത്. ആ പാത്രവുമായി കുറച്ച് നടന്ന് അപ്പോഴേക്ക് ഇനി വേറൊരു കുപ്പായം വാങ്ങിവെച്ചിട്ടുണ്ട്, അതും ഹസ്രജി അദ്ദേഹത്തിന് കൊടുക്കുമത്രേ. ആ കുപ്പായം കൊണ്ടുവരുമ്പോ ഈ ചട്ടിയുടെ വിവാദവും തൽക്കാലം അവസാനിക്കും. അപ്പോഴേക്കാണ് പിന്നെ ഒരു ചെരുപ്പുമായി വരാൻ കാത്തിരിക്കുന്നത്. പിന്നൊരു വാളും മിതടിയും കൂടി ആയാൽ എല്ലാം അദ്ദേഹത്തിനായി. അങ്ങനെ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി അതിന്റെ പരിസരത്ത് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന് വേണ്ട ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാളുകളും അതുപോലെ തന്നെ കളിസ്ഥലങ്ങളും ക്ലബ്ബുകളും ഹോട്ടലുകളും അതിനുവേണ്ടി പല ആളുകളും ആ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടണം. എന്തിന്റെ പേരിലാണ് ആകർഷിക്കപ്പെടേണ്ടത്? ഇസ്ലാമിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട്, ഇതും നേരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മുടിയിട്ട വെള്ളം കുടിക്കാനും ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് എന്നോർക്കുമ്പോൾ യാഥാസ്ഥിക വിശ്വാസങ്ങള് അത് പുതിയ രൂപത്തില് ആ പഴയത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനവരെ പറയണം? നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ലാളനയിൽ വളർന്നു വന്നിരുന്ന കുട്ടികളാണ്. ജിന്നെ കാക്കണ എന്ന് പറഞ്ഞാൽ, പിടിക്കട ജിന്നെ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ലെന്ന് പറയുന്നത്, അത് ആ കസേരയെടുക്ക് എന്നൊരുത്തനോട് പറയുന്നത് പോലെ ജിന്നിനോട് പിടിച്ചോ എന്ന് പറഞ്ഞാലാവൂ. അത്
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അത് അഭൗതികമായ സഹായതേറ്റമല്ല, അത് ശിർക്കല്ല എന്ന് വാദിക്കുന്നിടത്തേക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ ചെന്നെത്തി എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. നമ്മൾ നമുക്കുള്ളിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. ശിർക്കിനെതിരെയുള്ള സമരം, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പട നമുക്കുള്ളിൽ നിന്ന് തന്നെ തുടങ്ങി. ഇവിടെ തൗഹീദ്, വ്യക്തമായ തൗഹീദ്, ശിർക്കിന്റെ ലാഞ്ചനകൾ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആദർശം പഠിച്ച ഒരു തലമുറ മാത്രം മതി നമുക്ക്. ആദർശമില്ലാത്ത ആൾക്കൂട്ടം ആവശ്യമില്ല. ഇത്ര പേര് ഉണ്ടാവണമെന്നൊരു കണക്കുമില്ല. നേരെ മറിച്ച് ശരിയായ തൗഹീദുള്ള, ശരിയായ ആദർശമുള്ള 3 ആളാണെങ്കിൽ 3 മതി. അത് 300 ആണെങ്കിലും 3 ലക്ഷമാണെങ്കിലും 30 ലക്ഷമാകുന്നതിനും 3 കോടിയാകുന്നതിനും നമുക്ക് വിരോധമില്ല. 3ആയി ചുരുങ്ങുമെന്ന് ഭയപ്പെടേണ്ടതുമില്ല. ഈ ശരിയായ ആദർശം, ആ ആദർശം ഉൾക്കൊള്ളുന്നവർ മതി നമുക്ക്. ആ നിലക്കുള്ള ഒരു ശുദ്ധീകരണം. മാ കാന അല്ലാഹു ലിയറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ശുദ്ധീകരിച്ചുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുന്ന, ശിർക്കിൽ നിന്ന് മുക്തമായ, സുന്നത്ത് പഠിച്ച, ബിദ്അത്തിൽ നിന്ന് മുക്തമായ ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. അവരെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അജയ്യത. ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള വിമർശകന്മാരും ആക്ഷേപകന്മാരും ശത്രുക്കളും പല രൂപത്തിൽ കടന്നു വന്നിട്ടും ആ കൊമ്പും തുമ്പിയുമുള്ള പതിയെപ്പോലുള്ളവർ പതുക്കെ തല താഴ്ത്തി വാലുപൂഴ്ത്തി അങ്ങ് ഒളിച്ചോടിയ പോലെ ആയിത്തീർന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ അജയ്യതയാണ്. അതുപോലെ തന്നെ പിന്നീട് കടന്നു കയറിയിട്ടുള്ള ഓരോരുത്തരും ഇതുപോലെ തന്നെ തിരിച്ചുപോയത് ഈ ആദർശത്തിന്റെ മഹത്വം കൊണ്ട് മാത്രമാണ്. ഇതേപോലെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ചാരത്ത് നിന്ന് പല വ്യതിയാന കക്ഷികളും ഉടലെടുത്തിട്ടുണ്ട്. അവയെല്ലാം തന്നെ വ്യതിചലിച്ചങ്ങ് പോവുകയല്ലാതെ ഈ പ്രസ്ഥാനത്തിനെ പോറലേൽപ്പിക്കാനായിട്ടില്ല. വലിയ പണ്ഡിതന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും വാഗ്മികളുമായിരുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. CN അഹമ്മദ് മൗലവിയുടെ തൂലിക, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം സുവിദിതമാണ്. പക്ഷേ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ, പുസ്തകങ്ങളിൽ, പരിഭാഷകളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ KM മൗലവി സാഹിബ് തന്നെ അദ്ദേഹവുമായി സംസാരിച്ചു. സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി തുറന്ന് എഴുതി, പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി. അദ്ദേഹത്തിന്റെ പരിഭാഷ വായിച്ച് ജനങ്ങൾ വഴികേടിലാവാതിരിക്കാൻ ഒരു ഖുർആൻ പരിഭാഷ രചിക്കുന്നതിന് തീരുമാനമെടുത്തു. അങ്ങനെ ക്രിയാത്മകമായി നേരിട്ടു. അതൊരു പ്രശ്നമല്ലാതായി മാറി. നമ്മുടെ പണ്ഡിതന്മാരിലെ പ്രമുഖരായ മുതിർന്ന പല ആളുകളും അദ്ദേഹത്തിൽ ആകൃഷ്ടരായിരുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്നു. എന്നിട്ട് പോലും ആദർശം അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ആ ഗുരു ശിഷ്യ ബന്ധത്തിന് ഒരു പ്രസക്തിയും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ആദർശമാണ് വേണ്ടതെന്ന് അവർക്കൊക്കെ തീരുമാനിക്കുവാൻ സാധിച്ചു. അതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ചേകനൂർ മൗലവി, അദ്ദേഹം ഒരു കൊടുങ്കാറ്റായിരുന്നു, ആവേശമായിരുന്നു. ആൾക്കൂട്ടമാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ. അക്കാലത്ത് ഒരു ക്രൗഡ് പുള്ളർ അദ്ദേഹമായിരുന്നു. ആ ചേകനൂരിന്റെ തലതിരിഞ്ഞ വാദങ്ങള് അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതരിൽ പ്രമുഖരായ, ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് യാഥാസ്ഥികരെ നേരിട്ടിരുന്ന AP അബ്ദുൽ ഖാദിർ മൗലവിയും KC അബൂബക്കർ മൗലവിയുമാണ് ഖണ്ഡന പ്രസംഗത്തിലൂടെ നിഷ്പ്രഭമാക്കി 2 ദശകങ്ങളോളം അദ്ദേഹത്തെ രംഗത്ത് നിന്ന് അപ്രത്യക്ഷനാക്കിയത്. 20 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അദ്ദേഹം രംഗത്തേക്ക് കടന്നു വന്നത്. നിസ്കാരത്തെ തന്നെ പറ്റയില്ലാതാക്കി പുസ്തകം എഴുതിയത്, ആ നിലക്കുള്ള വാദങ്ങളുമായി കടന്നു വന്നിട്ടുള്ളത്. അപ്പോഴും അദ്ദേഹത്തെ ആദർശം കൊണ്ട് നേരിടാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ സാധിച്ചിട്ടുള്ളൂ എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇടക്കാലത്ത് ആദർശത്തിന്റെ പേരിൽ വ്യതിചലിച്ചു പോയ, നമ്മുടെ 10-12 വർഷം മുമ്പ് 2002 പിരിഞ്ഞു പോയ നമ്മുടെ സഹപ്രവർത്തകരായ ആളുകൾ, അവർ പിരിഞ്ഞു പോകുമ്പോൾ നാം വട്ടപൂജ്യമാവുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇറങ്ങിയവരാണ്. പക്ഷെ അവരെ
അവരാണ് ചരിത്രത്തിൽ വട്ടപൂജ്യമായി മാറിയതെന്ന് കാലം തെളിയിച്ചതാണ്. ആദർശമാണ് വലുത്. വളരെ സംഘടനാ പാടവമുള്ള സജീവമായ പ്രവർത്തകരായ, ഇരുട്ടിന്റെ മറവിൽ പ്രവർത്തിച്ച് പരിചയിപ്പിച്ച ഓരോ ശാഖയിലെയും പ്രധാന പ്രവർത്തകന്മാര് കൂടെ കൂടിയിട്ടാണ് അവർ പോയത്. പിന്നെ അത്തരത്തിലുള്ള സജീവതയുള്ള ബുദ്ധിയും പ്ലാനിങ്ങുമുള്ള പ്രവർത്തകന്മാർ കുറവായിരുന്നു. അതുകൊണ്ടാണ് അവർ വെല്ലുവിളിച്ചത് നിങ്ങൾ വട്ടപൂജ്യമാകുമെന്ന്. അല്ലാഹുവാണ് വലുത്, അവന്റെ കിതാബാണ് വലുത്, പ്രവാചകനും പ്രവാചക ചര്യയുമാണ് വലുത്. അത് വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നും വലുതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കിതാബും സുന്നത്തും മുറുകെ പിടിച്ച് അതിന്റെ മാർഗത്തിലുള്ളവർ മതി എന്ന നിലക്ക് നാം ശക്തമായി ഇറങ്ങി ജനങ്ങളെ ബോധവൽക്കരിച്ചു. ജനങ്ങൾ ആ വിളി കേട്ടു. ആളുകൾ ശക്തമായി ആദർശത്തിന്റെ പേരിൽ സംഘടിച്ചു. പോയവർ എവിടെ നിന്ന് പോയവരാണെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളർച്ച അവർ തിരിഞ്ഞു പോകുന്നതിന് മുമ്പുണ്ടായതിനേക്കാളും വലിയ ബൃഹത്തായ ഒരു പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനം മാറി എന്നുള്ളതാണ് പിന്നെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതിനേക്കാൾ ഗുരുതരമായ ശിർക്കൻ വാദം വെച്ച് പുലർത്തി അത് ന്യായീകരിച്ച് സാധാരണക്കാരായ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചുകൊണ്ട് അവരെ ശിർക്കിലേക്ക് നയിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പൊ 4-5 വർഷങ്ങളായി സ്വകാര്യമായും പിന്നെ പരസ്യമായും ഈ കഴിഞ്ഞ 1-2 വർഷം കേരളക്കര ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കണ്ടതിൽ ഏറ്റവും ഹീനമായ, വൃത്തികെട്ട, മോശപ്പെട്ട, കഴിഞ്ഞ കാലത്ത് പിരിഞ്ഞു പോയവരെല്ലാവരും കൂടി ചെയ്തതിനെ 10 കൊണ്ട് ഗുണിച്ചാലും മതിയാവാത്ത തരത്തിലുള്ള ഹീനമായ, നീചമായ, നിന്ദ്യമായ, ക്രൂരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൂടെ കിടന്ന്, നമ്മുടെ ഒപ്പം കിടന്ന്, നാം പാലൂട്ടി വളർത്തിയ നമ്മുടെ പ്രവർത്തകന്മാര്, ചെറുപ്പക്കാരായ കുട്ടികള്, വലിയവരല്ല, 40-ന് മീതെയുള്ള ആളുകൾ, ചില കാരണങ്ങളാൽ വിരലിലെണ്ണാവുന്നവർ അക്കൂട്ടത്തിലുണ്ടാവാമെന്നതൊഴിച്ച് ബാക്കിയൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയാത്തവരാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശരിയായ ആദർശം മനസ്സിലാക്കാത്തവരാണ്. അത് താല്പര്യങ്ങൾക്ക് വഴിമാറാൻ പാടില്ലാത്തതാണ് ആദർശമെന്ന് ഒരിക്കൽ പോലും അവരുടെ ചിന്തയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരാണ്. അത്തരക്കാരായ ആളുകളാണ് അതിനിന്ദ്യവും ക്രൂരവുമായ ഇരുട്ടിന്റെ മറവിൽ തിരശ്ശീലക്കു പിന്നിൽ നിന്നുകൊണ്ട് ചക്രം തിരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ചില പ്രാസംഗികന്മാരെ അവരെ ഊതിവീർപ്പിച്ച് ബലൂണാക്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് അവർ നശിച്ച് അവരുടെ പിന്നിൽ തടിച്ചു കൊഴുക്കാൻ കാത്തുനിന്നിരുന്ന നമ്മുടെ ചെറുപ്പക്കാരായ പഴയ വളണ്ടിയർ കോറിന്റെ പ്രവർത്തകന്മാരിൽ നമ്മുടെ കൂട്ടത്തിൽ അവശേഷിച്ച് ഇപ്പോൾ നാം തുടച്ചു നീക്കിയ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവരാണ് തലപ്പത്തേക്ക് കുതിച്ചു ചാടാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. മരിക്കുന്നതിന് മുമ്പ് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച് പരസ്യമായി കഠാരി ഉപയോഗിച്ച് കുത്തിക്കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ സ്വഭാവഹത്യ നടത്തി, വ്യക്തിഹത്യ നടത്തി, അപമാനപ്പെടുത്തി, കേസുകൾ കൊടുത്ത് ജീവഹാനി വരുത്താൻ ശ്രമിച്ച് അങ്ങനെ ഈ പ്രസ്ഥാനത്തെ പിടിച്ചടക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഇതിന്റെ ആദർശം നശിച്ചാലും വിരോധമില്ല. വേറെ എന്തെങ്കിലും ഒരു ആദർശത്തിന്റെ പേരിൽ ആളുകളെ ഒന്ന് വഴിതിരിച്ചു നിർത്തിയാലും വിരോധമില്ല എന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത്. നാം നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇതുവരെ നമ്മുടെ കൂടെ നിന്നിരുന്ന ആളുകൾ ഇടക്കാലത്ത് പിരിഞ്ഞുപോയ സമസ്തയും അതേപോലെ തന്നെ CN അഹമ്മദ് മൗലവി ചിന്താഗതിക്കാരും ചേകനൂരും കൂട്ടരും മടവൂരും കൂട്ടരും ഇപ്പോൾ ജബ്ബാർ മൗലവി സക്കരിയ പ്രബുദ്ധികൾ അവരെ കൊണ്ടിത് ചെയ്യിപ്പിച്ച CP സലീം, TK അഷ്റഫ്, ഹാരിസ് ഇബ്നു സലീം, ആ പ്രബുദ്ധികൾ അവരാണ് ഈ 5-6 ആളുകൾ, ഈ 2-3 ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തികളാണ്. ആളുടെ പേര് പറയലിന്റെ എന്റെ ഉദ്ദേശമല്ല. ഇന്നല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വ്യക്തമായി കേട്ട പേരുകൾക്ക് പുറമെ ഒരു 3-4 പേരുകൾ കൂടി നിങ്ങൾ നാളെ കേൾക്കാനിരിക്കുന്നു. ആ ആളുകളാണ്, ഈ 5-8 ആളുകളാണ് ഈ പ്രസ്ഥാനത്തെ ഇക്കാണുന്ന വിധത്തിൽ നശിപ്പിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയവർ, പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവർ, പ്രസ്ഥാനത്തെ നശിപ്പിച്ചവർ, തൗഹീദിനെ നശിപ്പിച്ചവർ,
പഠിപ്പിച്ചവർ, ശിർക്കിനെ കൊണ്ടുവരാൻ എല്ലാ പിന്തുണയും ചെയ്തവർ അവരാണ്. അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല. അവർ ഈ ദുനിയയിൽ വെച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശബോധമുള്ളവരുടെ നാക്കുകള്, റബ്ബിന്റെ നേരെ ഉയരുന്ന പ്രാർത്ഥനകള്, അവരുടെ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനകള് ആ റബ്ബ് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വെച്ചവർ അനുഭവിക്കും. മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല, അനുഭവിച്ചു തുടങ്ങി ഓരോരുത്തരായി. നാം തിരിച്ചടി നൽകുന്നതല്ല, അള്ളാഹുവിന്റെ തൗഹീദിനെ തൊട്ട് കളിച്ചവരെ അവൻ തന്റെ കൈകാര്യം ചെയ്യാതിരിക്കില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഞാൻ എന്റെ സംസാരത്തിന് വിരാമം കുറിക്കുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ രണ്ട് അവസ്ഥകൾ സംജാതമാവുകയാണ്. ഒന്ന്, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സംഘടന ശാഖാ തലം തൊട്ട് സംസ്ഥാന തലം വരെ നമ്മുടെ ബോഡികളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. കുടുംബത്തിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, സഹോദരനും സഹോദരിയും തമ്മിൽ, ഉപ്പയും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ ജിന്ന് കയറിയിട്ട് അപകടപ്പെടുത്തുകയാണ്, സമാധാനം കെടുത്തുകയാണ്, ഒരു സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയാണ്. ചെകുത്താന് ഇത്തരം ആളുകളെയാണ് ആവശ്യം. യാ ഇബാദല്ലാഹ് എന്ന ജൂതന്മാര് രൂപം കൊടുത്ത, ഷിയാക്കള് കറ്റുകെട്ടിയുണ്ടാക്കിയ, ആ നബിയുടെ പേരിൽ നുണ പറഞ്ഞുണ്ടാക്കിയ ആ വാചകത്തെ പറ്റി ഞാൻ നടത്തിയ പഠനത്തിൽ സലഫി പണ്ഡിതന്മാര് സൗദി അറേബ്യയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്. യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കുന്നവരെ അവരെയാണ് ചെകുത്താൻ കീഴ്പ്പെടുത്തുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നവരെയോ നേതൃത്വം കൊടുക്കുന്നവരെയോ ഈ വാദവുമായി നടക്കുന്നവർ ബാധയുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും, അവരുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും, അവരുടെ ഹാവഭാവങ്ങളിൽ മുമ്പത്തെ അവസ്ഥയ്ക്കുള്ള മാറ്റം. ഇപ്പോൾ എന്താണ് ഈ വാദം കൊണ്ടുണ്ടായത്? ഇത് കേറുമെന്ന് പറഞ്ഞാൽ കേറിയ സ്വഭാവം, കേറിയ സംസാരം, കേറിയ പെരുമാറ്റം, കേറിയ പ്രവർത്തനം അത്തരം ആളുകളിൽ വളരെ പ്രകടമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ ഒരു അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. അത് നാം വളരെ കരുതലോടെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ നാം ശരിയായ തൗഹീദിൽ വളർത്തണം. എവിടേക്കും പറഞ്ഞാക്ക, ആരുടെ അടുക്കലേക്കും പറഞ്ഞാക്ക, ഏതും കേട്ടോട്ടെ, എന്ത് കേട്ടാലും ഇളകാത്ത നമ്മുടെ കൃത്യമായ കനിശമായ ആ ആദർശം അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആ തൗഹീദ് പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ഭാര്യമാരെ പഠിപ്പിക്കണം, സഹോദരിമാരെ പഠിപ്പിക്കണം, ബന്ധുക്കളെ പഠിപ്പിക്കണം, നമ്മുടെ ശാഖയിലെ അംഗങ്ങളെ പഠിപ്പിക്കണം. അത് മണ്ഡലങ്ങളും ജില്ലകളും ഇസ്ലാഹി സെന്ററും ആ കേന്ദ്ര കമ്മിറ്റി താഴെയുള്ള ഘടകങ്ങളിൽ ഇത് കൃത്യമായി പഠിപ്പിക്കണം. ഇനി ഏത് പിശാച് വന്നാലും, ഏത് പിശാച് കേറിയവൻ വന്നാലും, ഏത് ശിർക്കൻ വാദവുമായി വന്നാലും അത് നമ്മിലേക്ക് കേറിക്കൂടാ, മുവഹിദിലേക്ക് ആ വാദം കേറിക്കൂടാ എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാൻ തക്കവണ്ണം ശക്തമായ ആദർശബോധമുള്ളവരാകണം. ഈ അരക്ഷിതാവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നാം ഗൗരവതരമായി മനസ്സിലാക്കേണ്ടത്, ഇത് കടന്നു വന്നത് കൂടി ഒന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രസ്ഥാനങ്ങളിലേക്ക് യാഥാസ്ഥികരായ പലരും കടന്നു വന്നിട്ടുണ്ട്. വീടുകളിൽ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന സ്ത്രീകള്, സുന്നി പശ്ചാത്തലം, സുന്നി കുടുംബം, അതുപോലെ പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങനെ തരക്കേടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകള്, അവർക്ക് പണ്ടത്തെ ചില പണികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കണ്ടാലും തിരക്കേടില്ല എന്ന് തോന്നുക. അവർ യഥാർത്ഥത്തിൽ ശരിയായ മുവഹിദുകള്, മുജാഹിദുകൾ ആയിട്ടില്ല. അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ, ഇവിടെയുള്ളവർ ശരിയായ തൗഹീദ് ഉള്ളവരാണ്. നമ്മുടെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോഴും
നമ്മുടെ ശാഖകളിൽ അംഗങ്ങളെ ചേർക്കുമ്പോഴും ഈ കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വന്നോട്ടെ, ക്ലാസ് കേട്ടോട്ടെ, പഠിച്ചോട്ടെ, തൗഹീദും സുന്നത്തും പഠിച്ചോട്ടെ. നമ്മുടെ സംഘടനയിൽ അംഗമാകുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ അംഗമാകുമ്പോൾ ആദർശ പൊരുത്തമുള്ളവരായിരിക്കണമെന്ന് അള്ളയും റസൂലും വെറുതെ പറഞ്ഞതല്ല എന്ന് നമ്മൾ ഓർക്കണം. ശിർക്കുള്ള ഒരു സ്ത്രീ, അവൾക്ക് ആകർഷകമായി എന്തുണ്ടെങ്കിലും തൗഹീദുള്ള മുവഹിദായ മുഅ്മിനായ അടിമയാണ് അതിനേക്കാൾ ഉത്തമം എന്ന് ഖുർആനാണ് പറഞ്ഞത്. അപ്പൊ ശിർക്കും തൗഹീദും കൃത്യമായി വേർതിരിയണം. അവിടെ കുഴാമറിയുന്ന അവസ്ഥയുണ്ടാവരുത്. അത് പ്രസ്ഥാനത്തിലാണെങ്കിലും അത് കുടുംബത്തിലാണെങ്കിലും. അത് നഷ്ടപ്പെടുമ്പോഴാണ് തൗഹീദാണ് പോയ അന്ന് പോകും, സമാധാനം പോകും. അന്ന് വേണോ തൗഹീദ് അടിയുറച്ചു നിൽക്കണം, ശിർക്കിൽ നിന്ന് മുക്തമാവണം. ഇതാണ് ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമതായ ഒരു കാര്യം, ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന പല ചിന്തകളും, ഇത് മുജാഹിദ് പ്രസ്ഥാനം തിരക്കിടില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നു നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് മടവൂരായിട്ട് അങ്ങനെ, പിന്നൊന്ന് ജിന്നായിട്ട് അങ്ങനെ, പിന്നൊന്ന് ജിന്നെ ഇപ്പൊ രണ്ടായി മാറി, പിന്നെ സംഘടന വേണ്ടാന്ന് പറഞ്ഞിട്ടൊരു കൂട്ടര് അതും ഇപ്പൊ രണ്ടായി മാറി. ഇങ്ങനത്തെ ഒരവസ്ഥ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പറഞ്ഞ 2, 4, 6 അല്ല 10 എന്ന് വിചാരിക്കുക, 20 എന്ന് വിചാരിക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത്? എന്നാ എനിക്ക് ഇതിനൊന്നും ആവൂല, ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോവുക, അങ്ങനെയാണോ? ഇതെല്ലാം ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടാനുള്ളൊരു വഴിയുണ്ടെങ്കിൽ നമുക്കൊക്കെ ആ വഴിക്ക് പോകാം. ഞാൻ പറയുന്നത് ചില സുഹൃത്തുക്കളുടെ സംസാരത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട്, നാണം കെട്ടുപോയി മൗലവി, ഇതിൽ നിൽക്കുന്നത് ഒരു പ്രയാസാണ്, പലരും പരിഹസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മൗലവിമാർക്കൊക്കെ ഇതിലെന്തോ ഒരു മുതലെടുപ്പുണ്ട്. ഞങ്ങൾ ചില സാധാരണക്കാരായ ആളുകൾക്കാണ് ആകെ അതുകൊണ്ടുള്ള വിഷമം. ഞങ്ങളെപ്പോലത്തോല് സഹിക്കുന്നതിൻ്റെ കണക്ക് ഞങ്ങൾ പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ എന്നൊക്കെ അറിയാലോ. എന്നിട്ടും ഈ ആദർശത്തെ വിചാരിച്ചിട്ടാണ് ഇത് വിട്ടുപോകാൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അതിൽ നിൽക്കുന്നത്. ഈ ആദർശമല്ലാത്ത വേറൊരു ആദർശമുണ്ടായിരുന്നുവെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്നതെങ്കിൽ ഇതിന്റെ പേരിൽ കടിപിടി കൂടിക്കൊണ്ട് ഭിന്നിച്ച് തർക്കിച്ച് തമ്മിൽ തല്ലി ഈ പോകുന്ന ആദർശം വിട്ട് അതിലേക്ക് പോകുമായിരുന്നു. വേറെ ഒന്നുമില്ല, ഈ ദുനിയാവിലില്ല, ഇനിയൊട്ടുണ്ടാകൂല. ലോകാവസാനം വരെ മനുഷ്യന് സ്വീകരിക്കാനുള്ളത് അള്ളാഹ് ഇറക്കി തന്നതാണ് ഇത്. ഇതല്ലാത്ത ഒന്നില്ല. അതുകൊണ്ടാണ് ഈ ആദർശത്തുമേ നമ്മൾ നിൽക്കുന്നത്. പിന്നെയോ ഇതല്ലാത്ത വേറൊരു സംഘടന അങ്ങനെയൊന്നുണ്ടോ? ഇതിൽ ചിലരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കല്ലേന്ന് നമുക്ക് പറയാം. AP പറയലുണ്ട്, പോക്കറ്റ് അടിക്കാരനെയും പോക്കറ്റിൻ്റെ ഉടമനെയും രണ്ടാളെയും ഒരുപോലെ കണ്ടിട്ട് നിങ്ങൾ തല്ലുകൂടല്ലേ? അതെന്താ ഓൻ്റെ പൈസ എടുത്ത് എത്ര 5000 എടുത്തത്? അല്ല അത് എൻ്റെ പൈസയാണ്. എന്നാൽ ഒരു കാര്യം 2500 ഇജ്ജ് എടുത്തോ, 2000 ഇങ്ങോട്ട് കൊടുത്തോ. ബന് പറയാൻ എളുപ്പമാണ് അല്ലേ? ഈ ജാതി ചില മദ്യം പറയുന്ന രീതിയും ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ ആൾക്കാർ പോവുകയാണെങ്കിൽ എന്നാൽ കുറച്ചോലും കുറച്ച് നമ്മളും കുറച്ച് അങ്ങോട്ട് വിട്ടുവീഴ്ച കുറച്ച് ഇങ്ങോട്ട് വീഴ്ച പറ്റുമോ? ഇത് ഈ പ്രസ്ഥാനം നിലനിർത്താൻ ആരാണുള്ളത്? നമ്മളൊക്കെ വേറെ ചില പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇതിൽ നിന്നാണ് മാറിപ്പോകാൻ നമുക്ക് പറ്റുമോ? പോയാൽ പിന്നെ ഇതിനാരാണ്ടാകുക? ഇത് സത്യമാണ്, ഇത് നേരാണ്, ഇത് ശരിയായ മാർഗത്തിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്നതെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ ആദർശത്തിൻ്റെ വക്താക്കളും ഈ കൂട്ടായ്മയുടെ ഭാഗവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് രഹസ്യമായും പരസ്യമായും പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇന്ന് നമ്മുടെ UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ അധ്യക്ഷൻ അബ്ദുസമദ് സാഹിബും ഞാനും കൂടി കുറച്ചു സമയം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം പങ്കുവച്ചൊരു കാര്യം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ സംഘടന ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇതിന്റെ ആദർശം ശക്തമായി പ്രബോധനം ചെയ്യുക എന്നതാണ്. ഈ 2 ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആരിതിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും, ആരിതിൽ നിന്ന് പിരിഞ്ഞു പോയാലും,
ആരിതുമായി നടക്കുന്നവരെ എതിർത്താലും വിമർശിച്ചാലും ഞാൻ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കും, ഞാനിത് കൈവിടില്ല, ഞാൻ ഈ പ്രസ്ഥാനത്തെ പിന്തുണക്കും, ഞാൻ ശക്തമായി ഇതിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കും, ഞാൻ ഇതിന്റെ പ്രവർത്തകന്മാർക്ക്, നേതാക്കൾക്ക് എല്ലാ നിലക്കുള്ള പിന്തുണയും കരുത്തും പകരും എന്ന് പ്രതിജ്ഞയെടുക്കേണ്ട സന്ദർഭമാണിത്. അതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. അതാണ് ഈ പ്രസ്ഥാനത്തെ ആഗ്രഹിക്കുന്നവർ, ഈ പ്രസ്ഥാനത്തെ കൊതിക്കുന്നവർ, ഈ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവർ ചെയ്യേണ്ടത് അതാണ്. ഈ ആഗ്രഹമുള്ളവർ നമ്മളല്ലാതെ മറ്റാരുണ്ടാകും? ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ നല്ലത് പറയാൻ പലരുമുണ്ടാവും. അവർക്കൊക്കെ അഭിപ്രായം പറഞ്ഞാൽ മതി. പക്ഷെ ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മളാണ്. ഈ ആദർശത്തെ ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അതിന് ചുമതലപ്പെടുത്തപ്പെട്ടവർ നമ്മളാണ്. ഖുൽ ഇൻ കാന ആബാഉകും ഔ അബ്നാഉകും ഔ ഇഖ്വാനുകും ഔ അസ്വാജുകും ഔ അശീറത്തുകും ഔ അംവാലുൻ തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. പറയുക പ്രവാചക, നിങ്ങളുടെ പിതാക്കള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമ്പത്ത് അങ്ങാടിയിൽ ഭിന്നാകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, ഇതൊക്കെയാണ് അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ കാത്തിരിക്കുക, അവന്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് വരിക. ഈ ആദർശത്തെക്കാളും ഈ ആദർശ കൂട്ടായ്മയെക്കാളും ഇപ്പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതും, ഇനി ഇതിന്റെ താഴെ പലതും ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ടത്, അതൊക്കെയാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ കൽപ്പന, നിങ്ങൾക്കുള്ള ശിക്ഷയായ അവന്റെ കൽപ്പന വരുന്നത് കാത്തിരുന്നോളൂ. വിശുദ്ധ ഖുർആൻ മറ്റൊരു കാര്യം പറഞ്ഞു, ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടത് ഏറ്റെടുത്ത് നിർവഹിക്കാതെ ഇതിൽ നിങ്ങൾ പിന്മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് പകരം ഇത് ഏറ്റെടുക്കാനും മറ്റുള്ളവരെ കൊണ്ടുവരും. ഞാൻ ഇല്ലെങ്കിൽ ഇത് നടക്കൂല എന്ന് വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ വിചാരിച്ച എനിക്കെൻ്റെ പാട്ടിന് പോകാം. നേരെ മറിച്ച് ഞാൻ ഈ കൂട്ടായ്മയിൽ നിന്നാൽ എനിക്ക് അള്ളാഹുവിന്റെ ഫളല് കൊണ്ട് ഇതിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത്. അള്ളാഹ് നിങ്ങളെ മാറ്റി പകരം മറ്റാളുകളെ കൊണ്ടുവരും. ഇത് നമ്മുടെ കൈകളിലാണ് ഇന്നുള്ളത്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണിത്, ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്, അത് നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക. ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾ ആക്ഷേപിക്കപ്പെടും, നിങ്ങൾ വിമർശിക്കപ്പെടും, നിങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും, ചിലപ്പോൾ നിങ്ങൾ വധിക്കപ്പെടും. അത് നിങ്ങളുടെ മോശം കൊണ്ടല്ല. അള്ളാഹ് നേരിട്ട് തെരഞ്ഞെടുത്ത ഏറ്റവും ഉത്കൃഷ്ടരായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബൽ ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാന്റെ നബിമാരെന്തിനാ നിങ്ങൾ ഇതിനു മുമ്പ് കൊന്നുകളഞ്ഞത് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ആ നബിമാര് മോശപ്പെട്ടവരാണോ? സ്വഭാവം മോശമാണോ? സ്വജനപക്ഷപാതിയാണോ? അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനം ചീത്തയാണോ? നിലവാരമില്ലാത്തവരാണോ? അല്ല, എല്ലാം തികഞ്ഞ യോഗ്യതയുള്ളവർ തന്നെ. വധിക്കപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അതിന്റെ താഴെയല്ലേ ഉള്ളൂ. ഇതിന് നിങ്ങൾ സന്നദ്ധരാണോ? എന്തും സംഭവിക്കും എന്ന് കരുതിയാണ് നിങ്ങൾ ഇതിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. പ്രിയരെ, റസൂലുള്ള വളർത്തിയെടുത്ത ആ തലമുറ 30 വർഷം നിന്നിട്ടില്ല. അതിനിടയ്ക്ക് തന്നെ സംജാതമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് വിരിപ്പ് കിടന്ന് പായെ കിടന്ന് മരിച്ചത്. മറ്റതോ ആ ഖലീഫമാര് പോലും കുത്തേറ്റ് നിസ്കരിക്കുമ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബിന് കുത്തേറ്റത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീട് വളഞ്ഞ് ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ ഒരു വലിയ ജലാശയം വിലക്ക് വാങ്ങി വഖഫ് ചെയ്ത് കൊടുത്ത അദ്ദേഹത്തിന് മരണസമയത്ത് കുടിക്കാൻ ഒരിറ്റു വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെച്ചവർ
ആരാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്? അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ മുഹമ്മദ് അടക്കം. താടി പിടിച്ചുകൊണ്ട് കുലുക്കി അദ്ദേഹത്തെ ശക്തമായി ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഉപ്പ അബൂബക്കർ താടേലിച്ച താടിയാണിത് എന്ന്. അങ്ങേയറ്റത്തെ നിഗൂഢമായ കുപ്രചരണങ്ങൾ വഴി അദ്ദേഹത്തിനെതിരിൽ അവർ പ്രചരിപ്പിച്ച ഈ ആരോപണങ്ങളുടെ ഫലമായിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അലിയും ആയിഷയും തമ്മിൽ തെറ്റിദ്ധാരണ മൂലം സംഘടിച്ചതാണെങ്കിലും അവസാനം ശരിയായ ദൂതന്മാർ ആശയങ്ങൾ കൈമാറി പിരിഞ്ഞു പോവാൻ തീരുമാനിച്ചതായിരുന്നു. പിരിഞ്ഞു പോയാൽ ഇതിന്റെ പിന്നിൽ നിഗൂഢമായി പ്രവർത്തിച്ച ആ ദുശക്തികൾ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ട് ഇരുട്ടിന്റെ മറവിൽ രണ്ടു ഭാഗത്തു നിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും മമ്പെയ്ത്തു തുടങ്ങി. അലി പറ്റിച്ചു, ആയിഷ പറ്റിച്ചു, രണ്ടു ഭാഗത്തും പറഞ്ഞു. അതാണ് ജമൽ യുദ്ധം. കൊടുമ്പിരിക്കൊണ്ട് ധാരാളം സഹാബത്തിന്റെ ജീവൻ അപകടപ്പെടുത്തിയ യുദ്ധമായി മാറിയത് ആ അലി ഇബ്നു അബീ താലിബിന്റെ കാലത്താണ്. ഇതേപോലെ തന്നെ അലിയും മുആവിയയും തമ്മിൽ സംഘട്ടനങ്ങളുണ്ടായത്, യുദ്ധങ്ങളുണ്ടായത്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ചില വകഭേദങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക, മാന്യമായ രൂപത്തിൽ പ്രതികരിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഏത് പ്രതികാരവും വേണ്ട വിധത്തിൽ ചെയ്യാൻ കെൽപ്പുള്ളവൻ അവനാണ്. ആ റബ്ബിങ്കലേക്ക് നാം ഹൃദയം തുറന്നു വെക്കുക. ഈ ആദർശത്തെ സംരക്ഷിക്കാൻ, ആ ആദർശത്തെ നിലനിർത്തുന്ന, ശക്തിപ്പെടുത്തുന്ന നമ്മുടെ സംഘടനാ സംവിധാനത്തെ അതിനെ നിലനിർത്താൻ, ഇതിനെതിരിൽ ഇത് രണ്ടും നശിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ദുശക്തികൾക്കെതിരിൽ ഇതിനെ അജയ്യമായി നിലനിർത്തുന്നതിന് നമുക്ക് റബ്ബ് മതി. ഫഖുൽ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ആ റബ്ബിനെ ഭരമേൽപ്പിച്ചുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ആദർശം കൈവിടാതെ കൂടുതൽ പഠിച്ചുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്തി നിലനിർത്തി മുന്നോട്ട് നീങ്ങുക. അതിന് അള്ളാഹു നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹാബത്തിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.